ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ലോകത്തിലെ ഏറ്റവും സൗഭാഗ്യവതിയായ സ്ത്രീ എന്നായിരുന്നു മെർലിൻ മൺറോ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഹോളിവുഡിലെ പ്രശസ്ത നടിയായിരുന്ന അവർക്ക് ലോകമെങ്ങും കോടിക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു. രാഷ്ട്രത്തലവന്മാർ പോലും അവരുടെ സൗഹൃദം കൊതിച്ചു. ധാരാളം സമ്പത്ത്, അതിശയകരമായ സൗന്ദര്യം, പ്രശസ്തി ഇവയെല്ലാം മെർലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രഭാതത്തിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വന്നു: മെർലിൻ മൺറോ ആത്മഹത്യ ചെയ്തു. ഇത്രയേറെ സൗഭാഗ്യമുള്ള ആ സ്ത്രീ എന്തിന് ആത്മഹത്യ ചെയ്തു? കാരണമറിയാൻ ലോകം ഉദ്വേഗത്തോടെ കാത്തിരുന്നു. ഒടുവിൽ മെർലിൻ്റെ ഡയറി കുറിപ്പുകൾ പരിശോധിച്ചപ്പോൾ അതിലവൾ ഇപ്രകാരം എഴുതി വെച്ചത് കണ്ടെത്തി: ഞാൻ ഏകാന്തതയാൽ പീഡിപ്പിക്കപ്പെടുന്നു. കോടിക്കണക്കിന് ആരാധകരുണ്ടായിരുന്നിട്ടും അവർ ഏകാന്തതയുടെ തടവുകാരായിരുന്നു. ദൈവത്തിൻ്റെ സൗഹൃദം സ്വന്തമാക്കാത്തവരുടെ ദുരന്തമാണിത്. ഏകാന്തത മനം മടുപ്പിക്കുന്നതും ഭീകരവുമാണ്. അതിൽ നിന്നും രക്ഷപ്പെടാനാണ് പലരും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും തിരിയുന്നത്. ആത്മഹത്യയും മറ്റനേകം തിന്മകളും ഏകാന്തതയുടെ തന്നെ പരിണത ഫലവുമാണ്. പക്ഷേ ആരും സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും സഹായിക്കുവാനും പങ്കുവയ്ക്കുവാനും ഇല്ലാത്തപ്പോഴും നാം ഏകാന്തത അനുഭവിക്കണം എന്നില്ല. കാരണം ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് വ്യവസ്ഥയില്ലാതെ നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ആവശ്യത്തിൽ ഇടപെടാനും സഹായിക്കാനും ദൈവം എപ്പോഴും സന്നദ്ധനുമാണ്. യെശയ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് ഇപ്രകാരം പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ സൗഹൃദം നമ്മെ കൂടുതൽ ഭയചകിതരാക്കുമ്പോൾ ദൈവത്തിൻ്റെ സൗഹൃദം നമ്മെ കരുത്തുള്ളവരാക്കും. അതിനാൽ പ്രാർത്ഥനയിലൂടെ ദൈവവുമായുള്ള അടുപ്പം നിലനിർത്തുക, വളർത്തുക. ദൈവ സാന്നിധ്യം നമ്മെ ധൈര്യമുള്ളവരാക്കും. ദൈവ സാന്നിധ്യത്താൽ നമ്മെ അതിശയകരമായി ദൈവം ഈ ഭൂമിയിൽ നടത്തും. ദൈവം കൂടെയുണ്ടെന്ന് അറിയുന്നവൻ ശക്തനും ധീരനുമായിരിക്കും. ദൈവം കൂടെയുണ്ടെന്ന് അറിയുന്നവന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. വേദനകളിലും തകർച്ചകളിലും പീഡനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന മനുഷ്യൻ പ്രത്യാശയും ബലവുമുള്ളവനായിരിക്കും. അതിനാൽ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ടുള്ള കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കും ദാവീദിനെ പോലെ പാടാനാകും: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുന്നില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞാൻ തളർന്നു പോകുന്നത് എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റുള്ളവർ എനിക്കെതിരായി തീരുന്നതോ കൊണ്ട് അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയാതെ വരുമ്പോൾ ഞാൻ എത്രയോ ദുർബലനായി മാറുന്നു. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അവിടുത്തെ സൗഹൃദം എന്നെ ശക്തനും ധീരനുമാക്കി മാറ്റും എന്ന് ഇന്നത്തെ വചനത്തിലൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഇമ്മാനുവേലായ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ യാതൊന്നിനെയും ഭയക്കണ്ട എന്ന് ഇന്നത്തെ വചനത്തിലൂടെ എന്നെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനത്തിനനുസരിച്ച് അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.